വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കുണ്ടല്ലോ ഇപ്പം സാമ്പാർ പൊടി അത്യാവശ്യം നമ്മുടെ വീട്ടിൽ വേണ്ട. നമ്മൾ പാക്കറ്റ് സാമ്പാർ പൊടിയൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടി ഒത്തിരി ടേസ്റ്റും ഗുണവും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ സാധാരണയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മതി. അത് കുറച്ച് പൊടിയായിട്ട് ആദ്യം കുറച്ചുണ്ടാക്കി വയ്ക്കുക. ഒരു 3-4 സാമ്പാർ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത് നന്നായിന്ന് കാണുമ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുക. ഇപ്പം ഞാൻ നമുക്ക് കുറച്ച് ഒരു 2-3 സാമ്പാറിനുള്ള സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ടത് മല്ലി കണ്ടോ, മല്ലി വേണം. പിന്നെ വറ്റൽമുളക്, പിന്നെ ഇതുണ്ടല്ലോ, ഇത് കടലപ്പരിപ്പാണ്, കടലപ്പരിപ്പ്. പിന്നെ ഇത് നമ്മുടെ സാമ്പാർ പരിപ്പ്. പിന്നെ ഇത് ഉഴുന്ന്. ഇത് നമ്മൾ അരി കഴുകി ഉണങ്ങിയ അരി, കുത്തരി. പിന്നെ നമുക്ക് കൂടുതൽ പൊടി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമ്മൾ കരിയാപ്പില അതിന് അന്നേരം ഇടുകയില്ല. പിന്നെ ഒത്തിരി നാൾ ഇരിക്കത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് ഒരു മാസത്തേക്കിനൊക്കെ ഉള്ള കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കരിയാപ്പിലയും കൂടെ വറക്കാം. പിന്നെ കായം, പിന്നെ ഉലുവ കണ്ടോ, ഉലുവ ഇത്രയുണ്ട്. അപ്പം ഇപ്പം ആദ്യം നമുക്ക് ഇത് ഓരോന്നോരോന്ന് വറുത്ത് മാറ്റി ഒന്നിച്ചിട്ട് വെക്കണം. ആദ്യം നമുക്ക് കുറച്ച് അരി വറക്കാം. കണ്ടോ, ഇത് കഴുകി ഉണങ്ങി വെക്കുന്ന അരിയാണ്, കുത്തരി. ആദ്യം ഇത് വറക്കാം. ഇത് പൊട്ടട്ടെ. ഇങ്ങനെ ഇതായിട്ട് അരി വറക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് വറക്കുന്നിടം വരെ ഇത് എല്ലാം വറുത്ത് വെച്ചു. ഇതേപോലെ ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ കുറച്ചേ ഉള്ളൂ. നമ്മൾ മല്ലി മാത്രമേ കൂടുതൽ എടുക്കുന്നത്. ഇതൊക്കെ ഒരു 50 ഗ്രാം വെച്ചൊക്കെ മതി. പിന്നെ അരി, പിന്നെ ഉലുവ ഒരു ചെറിയ സ്പൂണ് മതി. അങ്ങനെ പിന്നെ ഈ മല്ലി ഇപ്പം മല്ലി മൂത്തും. ഇനി മല്ലിയും കൂടെ വാങ്ങിയിട്ട് കണ്ടോ, മല്ലി മാത്രം ഇച്ചിരി കൂടുതൽ വേണം എടുക്കുന്നതിൻ്റെ. ഇപ്പോൾ ഇതൊരു 150 ഗ്രാം മല്ലി ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ 50 വെച്ച് അത്രയും മതി. കണ്ടോ, ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 10-12 വറ്റൽമുളക് ചെറുതായതുകൊണ്ടാണ് ഇതൊരു 10-15 ഉണ്ട്. ഇതുകൂടെ ഇതിൻ്റെ കൂടെ വറുത്തിടുക, ഒന്ന് ഇതായിട്ടിടുക, മൂപ്പിച്ചിട്ടാൽ മതി. ഇതൊരു ചെറിയ കളറും ഇതാകുമ്പോൾ മൂത്ത് കഴിയുമ്പോൾ ഇതുകൂടെ ഇട്ടിട്ട് നമുക്ക് പിന്നെ ഇത് എല്ലാം പൊടിയായിട്ട് കാണിക്കാം കേട്ടോ. ഞാനിതിന് കരിയാപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. എന്താണോ, എനിക്ക് ഒത്തിരി ഇല്ലല്ലോ, ഇത് കുറച്ച് സാമ്പാർ വെക്കാനല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പിലയും കൂടി ഇടുന്നുണ്ട്. കൂടുതൽ പൊടി ഉണ്ടാക്കി വെക്കണമെങ്കിൽ കരിയാപ്പില ഇടരുത്, അത് ഒത്തിരി നാൾ ഇരിക്കില്ലല്ലോ. പിന്നെ ഇപ്പം മുളകും ഈ കരിവേപ്പിലയും ഇതിലൂടെ ഒന്ന് ഇതായിട്ട്. ഇതിപ്പോൾ ഒത്തിരി സാമ്പാറിനൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു മാസമൊക്കെ എടുക്കാനുള്ള പൊടിയേ ഉള്ളത്. ആ പൊടി സാമ്പാർ പൊടി നല്ല മണമാണ് സാമ്പാറിൻ്റെ. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ മണം കിട്ടാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ഇതിങ്ങനെ കൂടെ കുടഞ്ഞിട്ട് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് കുറേ സാമ്പാർ വെക്കാനുള്ള പൊടിയുണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ, ഇത് സാമ്പാർ പൊടിയുണ്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയൊക്കെ നല്ല മണമാണ്. ഇത് എടുക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇത് കണക്ക് ഇങ്ങനെ ഒരു ടിന്നിലാക്കി അടച്ച് വെച്ചാൽ മതി. ആവശ്യത്തിന് നമുക്ക് എടുക്കാം. കണ്ടോ, പിന്നെ ഇത് കണക്ക് തന്നെ ഒരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ സാമ്പാറൊക്കെ വെച്ചിട്ട് അതിന് സ്വല്പം ടേസ്റ്റ് കുറവാ, അല്ലെ കടലക്കറി അങ്ങനെയുള്ള മീനല്ലാത്ത ബാക്കി ഏത് കറിക്കും
ടേസ്റ്റ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വേറെ ഒരു പൊടിയുണ്ട്. അത് നമ്മളിങ്ങനെ കണ്ടോ, അതിങ്ങനെ ഉണ്ടാക്കി വെക്കാം. ആ പൊടി ഉണ്ടോ? ഇത് ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഞാനത് എന്താന്ന് കാണിക്കാം കേട്ടോ. ഈ പൊടി കണ്ടോ, ഇത് നമുക്ക് എന്തെങ്കിലും കറി വെച്ചിട്ട് അതിന് ടേസ്റ്റ് കുറവാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇടാനായിട്ടുള്ള പൊടിയാണ്. അത് അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കാം. അത് വറുത്ത് പൊടിക്കണം. അത് എന്തൊക്കെയാണ് അതിന് ചേർക്കുന്നതെന്ന് കാണിക്കാം. കണ്ടോ, നമ്മുടെ സാമ്പാർ പൊടി റെഡി.